അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുവൈത്ത് രാജകുമാരൻ പരിശുദ്ധമായ ദീൻ ഉപേക്ഷിച്ച് ക്രൈസ്തവ മതത്തിലേക്ക് മാറി എന്നുള്ളൊരു വാർത്ത ഒരു ദുഃഖത്തോടു കൂടിയാണ് പെട്ടെന്ന് ഈ വാർത്ത കാണുന്നത്. പലരും പെട്ടെന്ന് ആ വാർത്ത പലരും കണ്ടു അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആ വാർത്ത കേട്ടവർ കണ്ടവരുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക കമൻറ്റിലൂടെ. ഈ വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മതം മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആ വാർത്തയിലൂടെ പറയുന്നുണ്ട്. മതം മാറാനുണ്ടായ കാരണം സ്വപ്നത്തിലൂടെ ക്രിസ്തമതമാണ് സത്യമാണ് എന്നുള്ള രീതിയിൽ ആണ് ഈ വാർത്ത സ്വപ്നത്തിലൂടെ കണ്ടു. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യമതം ഇതാണ് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് മതം മാറിയത് എന്ന്. ഒരാൾ മതം മാറുക എന്നുള്ളത് ഇതിൻ്റെ യഥാർത്ഥ കഥ എന്താണ് എന്നതിനെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അവസാനം വരെയും കേൾക്കുമ്പോഴാണ് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരാൾ മതം മാറുക എന്നുള്ളത് അല്ലേ, ഈ അടുത്ത് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഹിന്ദു മതത്തിലേക്ക് മാറിയ ഒരു സംഭവം. കന്യ ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ പിന്നെ അത് വേണ്ട, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞു. പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് വലിയ പ്രശ്നമൊക്കെ ആയി. പിന്നെ അവസാനം മതം തന്നെ മാറി ഹിന്ദു മതത്തിലേക്ക് പോയി എന്നുള്ള ആ ഒരു ദുഃഖം സഹിക്കാൻ കഴിയാതെ വാപ്പ ആ ക്രൈസ്തവ മോളെ കൊന്നുകളഞ്ഞ സംഭവം നാം കേട്ടിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറുക എന്നുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനിവിടെ കൊല്ലാനോ അല്ലെങ്കിൽ അടിക്കാനോ പിടിക്കാനോ അതിൻ്റെ ഒരു ആവശ്യകത ആരും ചെയ്യരുത്, അത് ചെയ്തു പോകരുത്. ഈ ഒരു വാർത്ത കാരണം ഇതാരും സാധാരണക്കാരനല്ല. ഒരു കുവൈത്ത് രാജാവ് ഇങ്ങനെ മാറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ക്രൈസ്തവ മതത്തെക്കുറിച്ച് പഠിക്കാനും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കൃത്യമായി പഠിക്കാനും അന്വേഷണമൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അങ്ങനെ മതം മാറിയ ഈ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹിദായത്ത് എന്നുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു നമ്മുടെ കുവൈത്ത് രാജാവിന്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് അറിയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് 5 നേര നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മതത്തിലെ മുസ്തഖീമായ അല്ലേ വഴിയിലേക്ക്, നേരായ വഴിയിലേക്ക് ഹിദായത്തിന് വേണ്ടി നിരന്തരം എത്ര വലിയ വലിയ പണ്ഡിതന്മാർ അല്ലെ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള പണ്ഡിതന്മാരൊക്കെ പരിശുദ്ധമായ ദീനിന് വിട്ടുമാറിയ സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുവൈത്ത് രാജാവാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും മതത്തിൽ അടിവറച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഒരു തൗഫീക്ക് വേണം. അത് എപ്പോൾ നഷ്ടപ്പെടുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്നും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സുജൂദിലേക്ക് നിരന്തരമായി ഹബീബ് ദുആ ചെയ്യാൻ പഠിപ്പിച്ചതും ദുആ ചെയ്തതും ഇങ്ങനെയാണ്: അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ദീനിൽ എൻ്റെ ഹൃദയം അടിവറച്ച് നിർത്തണേ അല്ലാഹ്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഖലബ യഖ്ലിബ്, ഖൽബ് മാറി മറിഞ്ഞു കൊണ്ടേയിരിക്കും. അതിനൊരു സ്ഥിരത ഉണ്ടാവില്ല. സാധാരണ നമ്മൾ മങ്കീനൊക്കെ ഇതിന് ഉദാഹരണമായി പറയാറുണ്ട്. കാരണം ഒരികളിൽ മറ്റേ മരത്തിലേക്ക് മറ്റേ മരത്ത് ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. അതാണ് മനുഷ്യൻ്റെ മനസ്സ്. അതുകൊണ്ടല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാളോട് കൂടുതൽ ശത്രുതയും പാടില്ല, കൂടുതൽ മിത്രതയും പാടില്ല. എപ്പോഴും ഈ മിത്രശത്രുവാവെന്നും പറയാൻ പറ്റൂല,
ഈ ശത്രു എപ്പോഴും മിത്രമാവെന്നും പറയാൻ പറ്റൂല. മിത്രമാകുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നും, ഞാൻ അങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്ന്. ശത്രു ആകുമ്പോൾ നമ്മുടെ ഒരുപാട് രഹസ്യങ്ങൾ അയാളോട് പറഞ്ഞിട്ടുണ്ടാകും, പിന്നെ ഞാൻ ഖേദിച്ചു പോകും, ഞാൻ പറഞ്ഞു പോയല്ലോ, പിന്നെ എന്ത് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് മനുഷ്യൻ്റെ കൽബ് അവൻ എപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല അല്ലേ. 8ാം ക്ലാസ് വരെ എൻ്റെ മോൾ നല്ലൊരു മോളായിരുന്നു ഉസ്താദെ. ഇപ്പോൾ SLC 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് എൻ്റെ മോള് ഇപ്പോൾ സംസാരിക്കുന്നില്ല, ഒന്നുമില്ല എന്ന്. ഈ അടുത്തൊരു വാർത്ത, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് ഉസ്താദെ ഇന്ന് എൻ്റെ മോള്, പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല, ഒരു അന്യവൻ്റെ കൂടി ഒളിച്ചോടി എന്നുള്ള വാർത്ത. എൻ്റെ പ്രിയപ്പെട്ടവർ, അത്രയേ ഉള്ള മനുഷ്യൻ്റെ കൽബ്. തഹജ്ജുദ് നിസ്കാരമാണ്, 5 വഖ്ത് കൃത്യമായി ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉബൈദുള്ള അങ്ങനെയാണല്ലോ, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു പ്രവേശിച്ചു, അതിൽ ആകൃഷ്ടമായി പിന്നെയാണല്ലോ നജ്ജാസി രാജാവിൻ്റെ അരികിൽ പോകുന്നത്. അവിടെ രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത്. അവിടെ പോയി ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു. കൂടെയുണ്ടായിരുന്ന ഭാര്യ റംല വീണ്ടും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഒക്കെ നാം കേട്ടവരാണ്. അപ്പോൾ കൽബ് എപ്പോഴാണ് ഇങ്ങോട്ട് മാറി മറിയുക എന്ന് പറയാനൊന്നും പറ്റൂല. യഥാർത്ഥത്തിൽ ഇവിടെ ഈ കുവൈത്ത് രാജാവിന് സംഭവിച്ചത് എന്താണ്, എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ഒരു വാർത്ത 2012 എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു വാർത്ത വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ഫേക്ക് വാർത്തയാണ്. കുവൈത്ത് രാജാവ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെയാണ് ഈ വാർത്ത വീണ്ടും അവതരിപ്പിക്കുന്നത്. ഇത് എന്തിനവതരിപ്പിച്ചെന്നറിയില്ല. ഇതിനെ അവതരിപ്പിക്കാൻ കാരണം ജനങ്ങളെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയാണോ, ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമൊന്നറിയില്ല. യഥാർത്ഥത്തിൽ ഇത് 2012 നിന്ന ഒരു വാർത്തയാണ്. അത് വീണ്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുവൈത്ത് രാജാവാകട്ടെ ആരുമാകട്ടെ, ഹിദായത്ത് എപ്പോൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞൊരു കാര്യമില്ല. കുവൈത്ത് രാജാവായതുകൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെടില്ലെന്നില്ല അല്ലേ, ആലിമീങ്ങളായതുകൊണ്ട് ഹിദായത്ത് കിട്ടണമെന്നില്ല, സാധാരണക്കാർ. അപ്പോൾ എപ്പോൾ എന്തും സംഭവിക്കാം. അതുകൊണ്ട് എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അള്ളാഹുവേ, ഹൃദയത്തെ മാറ്റം മറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അള്ളാഹുവിൻ്റെ ഹൃദയം ദീനിൽ അടിവറച്ച് നിർത്തണേ അല്ലാ. ഹിദായത്ത് നഷ്ടപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നൊന്നും കാര്യമില്ലല്ലോ. ഇന്നല്ലെങ്കിൽ ഈ ദുനിയാവിന് എത്ര കഷ്ടപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകും അല്ലേ. എന്നാൽ മരണമെന്നുള്ളത് നശിഞ്ഞു പോകുന്നതാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നശിഞ്ഞു പോകലല്ലോ, അതൊരു നീക്കം ചെയ്യലാണ് അല്ലേ. യഥാർത്ഥമായ ഒരു ജീവിതത്തിലേക്ക് ഒരു നീക്കം ചെയ്യലാണ് മരണം എന്നുള്ളത്. മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവർ, അതാണല്ലോ യഥാർത്ഥ ജീവിതം. അവിടെ ഹിദായത്ത് നഷ്ടപ്പെട്ടാൽ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. വിശുദ്ധ ഖുർആൻ പറയുന്നു, പിന്നെ ജീവിതവും ഇല്ല, ഒരു മരണവും ഇല്ല, പിന്നെ കഷ്ടപ്പെടേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തികച്ചും മിഥ്യമായ ഒരു വാർത്തയാണ്. ഇത് 2012 വന്നൊരു വാർത്തയാണ്. വീണ്ടും ഈ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടോ, യഥാർത്ഥമായതല്ല. ഇനി യഥാർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവരങ്ങൊന്നും സംഭവിച്ചാൽ അതിൽ വലിയ ദുഃഖിക്കേണ്ടതൊന്നുമില്ല. കാരണം ഹിദായത്ത് അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും അത് നഷ്ടപ്പെടാം. നമുക്ക് തന്നെ ഹിദായത്ത് നഷ്ടപ്പെട്ടത് അറിയില്ല. അതുകൊണ്ട് എന്നും നാം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യ കുടുംബങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നോക്കൂ, നാം ഇപ്പോൾ പറയൂ, അവൻ വശീകരിച്ചു, ഇവൻ വശീകരിച്ചു, അങ്ങനെയാണ് എൻ്റെ മകൾ ഓടിപ്പോയി, പിന്നെ അവൾ ജീവനൊടുക്കി, അങ്ങനെ പറയും. നമ്മുടെ മോൾക്ക് തന്നെ അങ്ങോട്ടൊരു ആകർഷണം അന്യപുരുഷനോട് ഉണ്ടാവാൻ പാടില്ല എന്നില്ല. മോൾക്ക് തന്നെ അങ്ങോട്ടൊരു അന്യപുരുഷനോട് ആകർഷണം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവിടെ ഒരു വശീകരണം നടക്കൂല. അങ്ങനെ ഒരു പെണ്ണിങ്ങോട്ട് സ്നേഹിച്ചാൽ എന്തും അവിടെ സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹു തന്നെ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമായ ദീൻ അടിപറച്ച് അള്ളാഹു നിർത്തണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ, നമ്മുടെ മക്കൾ, കുടുംബം എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കാണുന്നവർ, അതുപോലെ നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതൊന്ന് പ്രചരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ലൈക്ക് ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.